കാണത്തക്കവണ്ണം ഒരു കണ്ണും സ്തുതിക്കത്തക്കവണ്ണം ഒരധരവും കർത്താവ് നിങ്ങൾക്ക് നൽകാനായി പോകുന്നു. വെറുതെ പറഞ്ഞതല്ല. മത്തായി എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു. ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് കൂനരും മുടന്തരും ബധിരരും മാത്രമൊന്നുമല്ല. ഇതൊന്നും അല്ലാതെ ഈ പ്രവർത്തികളിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം ജനമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ട് മാത്രമല്ല, അതിനപ്പുറമായി പലതും ദൈവം നിങ്ങളെ പഠിപ്പിക്കുകയും അറിയിക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലല്ലേ. അതുപോലെ ഇന്ന് ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, പുതിയ മഹത്വം കാണുവാൻ, പുതിയ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കുവാൻ, ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ കാണുവാൻ, അതെ, അത് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറ്റു പലരുടെയും, നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു പലരുടെയും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ദൈവപ്രവർത്തികൾ കാണുവാൻ തക്കവണ്ണം ഒരു കണ്ണും ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം ഇതുവരെ ഇല്ലാത്ത നിലയിൽ ഒരധരവും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. യെസ്, ഒരു മേജർ ഷിഫ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കർത്താവ് കണ്ണുകളെ തുറക്കാൻ പോകുവാണ്. പിതാവേ, ഈ കാണുന്ന ഓരോ ജനതയും ഞാൻ ഈ വേർഡ് ഡിക്ലെയർ ചെയ്ത് ബ്ലെസ് ചെയ്യുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.